പുളിങ്ങോം കുടുംബാരോഗ്യ കേന്ദ്രത്തോടുള്ള ആരോഗ്യവകുപ്പിന്റെ അവഗണന അവസാനിപ്പിക്കണമെന്നും ആവശ്യത്തിന് ഡോക്ടർമാരെ നിയമിക്കണമെന്നും ആവശ്യപ്പെട്ട് കോൺഗ്രസ് പുളിങ്ങോം മണ്ഡലം കമ്മിറ്റി ബഹുജന മാർച്ച് സംഘടിപ്പിച്ചു. DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ചെറുപുഴ ഈസ്റ്റളേരി പഞ്ചായത്തുകളിലെ നൂറുകണക്കിന് രോഗികൾ ചികിത്സ തേടിയെത്തുന്ന പുളിങ്ങോം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും ഒഴിവുകൾ നികത്തണമെന്നും ആശുപത്രിയോടുള്ള അധികൃതരുടെ അവഗണന അവസാനിപ്പിക്കണമെന്നും കോൺഗ്രസ് പുളിങ്ങോം മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു. ഈ ആവശ്യങ്ങൾ ഉന്നയിച്ച് കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്ക് ബഹുജന മാർച്ച് സംഘടിപ്പിച്ചു. പുളിങ്ങോം ടൗൺ കേന്ദ്രീകരിച്ച് നടന്ന മാർച്ചിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ഈ മലയോര മേഖലയിലെ ജനങ്ങൾ ആശ്രയിക്കുന്ന പുളിങ്ങോം പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെ ദയനീയമായ അവസ്ഥ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇവിടെ ഇത്തരത്തിലുള്ള ഒരു ബഹുജന മാർച്ച് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഈ പ്രദേശത്ത് പാവപ്പെട്ട ജനങ്ങൾ ആശ്രയിക്കുന്ന ഒരു ആശുപത്രിയാണിത്. പക്ഷേ അതിനെ അതിൻ്റെതായ രീതിയിൽ സംരക്ഷിക്കുവാൻ, അത് നിലനിർത്തി പോരുവാൻ വേണ്ടി ഉത്തരവാദിത്തപ്പെട്ടവർ അതിന് ശ്രമിക്കുന്നില്ല എന്നുള്ള ഒരു ദയനീയമായ ചിത്രമാണ് നമ്മുടെ മുന്നിലുള്ളത്. ഇത്രയും മലയോര മേഖലയിൽ, വിസ്താരമായ ഈ മലയോര മേഖലയിൽ, ഇവിടെ ഈ ഹോസ്പിറ്റലിൽ, ഈ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ഒരു സ്ഥിരമായ ഡോക്ടർ പോലും ഇല്ല എന്ന് പറയുമ്പോൾ ഈ ആരോഗ്യ ഡിപ്പാർട്ട്മെന്റ് ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് ചെയ്യുന്നത് എന്ന് നമുക്ക് ചിന്തിക്കാൻ വേണ്ടി സാധിക്കും. ഇവിടെ സത്യത്തിൽ ഒരു മെഡിക്കൽ ഓഫീസറും 2 ഡോക്ടർമാരും ഉൾപ്പെടെ 3 പേര് കൃത്യമായി വേണ്ടുന്ന ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രമാണ് എന്ന് നമുക്കറിയാം. അവിടെ ഒരു ഡോക്ടർ പോലും ഇല്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. കുറെ ദൂരെയുള്ള പെരിങ്ങോം താലൂക്ക് ആശുപത്രിയിൽ നിന്ന് ഡോക്ടർക്ക് നോക്കേണ്ട ഒരു സാഹചര്യം, മെഡിക്കൽ ഓഫീസറായി മറ്റെവിടുന്നോ വന്ന് ആ മെഡിക്കൽ ഓഫീസറുടെ ചാർജ് വഹിക്കും. ഇതെന്തൊരു വിരോധാഭാസമാണ്. ഇവിടെ മലയോര മേഖലയിൽ തിങ്ങിപ്പാർക്കുന്ന പാവപ്പെട്ട ജനങ്ങളുടെ ഒരു അത്താണിയായിട്ടുള്ള ഒരു ആശുപത്രിയിലാണ് ഈ ഗതികേട് വന്നിരിക്കുന്നത് എന്ന് കാണണം. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് മനോജ് വടക്കേൽ അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ മഹേഷ് കുന്നമ്മൽ, KK സുരേഷ് കുമാർ, A ബാലകൃഷ്ണൻ, TP ചന്ദ്രൻ, ഉഷ മുരളി, പ്രണവ് കരേള, ലളിത ബാബു, ജെയിംസ് രാമത്തറ, സുമേഷ് എംബ്രായിൽ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പുളിങ്ങോം. ഷോപ്പ് വലുതും വിശാലവുമാണ് എന്ന് കരുതി വില വലുതല്ല കേട്ടോ. സെലക്ഷന്റെ കാര്യമോ ഒന്നും പറയുകയേ വേണ്ട. എല്ലാ ബ്രാൻഡഡ് കമ്പനികളുടെയും ഉൽപ്പന്നങ്ങൾ കമ്പനി നൽകുന്ന എല്ലാ ആനുകൂല്യങ്ങളോടെയും വിശ്വസിച്ച് വാങ്ങാം. സ്കൂൾ കോളേജ് ബാഗുകൾക്ക് മാത്രമായി എക്സ്ക്ലൂസീവ് ഷോറൂം. വിൽപ്പനാനന്തര സേവനങ്ങളിൽ ഉത്തര മലബാറിൽ മറ്റൊരു ഓപ്ഷനും ഇല്ല. ഇതൊക്കെ എവിടെയെന്നല്ലേ? ബാഗ് ബസാറിൽ. അല്ല പിന്നെ, ഉത്തര മലബാറിലെ ഏറ്റവും വലിയ ബാഗ് ഷോറൂം. ഒപ്പം റെയിൻ കോട്ടുകൾ, കുടകൾ, വാട്ടർ ബോട്ടിലുകൾ, ടിഫിൻ ബോക്സുകൾ തുടങ്ങി എല്ലാം ബാഗ് ബസാറിലുണ്ട്. 30 വർഷത്തിന്റെ പ്രൗഢ പാരമ്പര്യവുമായി പയ്യന്നൂരിൽ ഞങ്ങൾ ഈ അധ്യയന വർഷത്തെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു. ഇല്ലാത്ത ഓഫറുകളുടെ ഓൺലൈൻ കെണിയിൽ കുരുങ്ങേണ്ട. നേരെ വേഗം ബാഗ് ബസാറിലേക്ക് വന്നോളൂ. ഇഷ്ടമുള്ള ബ്രാൻഡുകൾ മിതമായ നിരക്കിൽ തിരഞ്ഞെടുത്തോളൂ. ബാഗ് ബസാർ നിയർ ഹോട്ടൽ ടോപ്പ് സ്റ്റാർ, ഓൾഡ് ബസ് സ്റ്റാൻഡ്, മെയിൻ റോഡ്, പയ്യന്നൂർ. മൊബൈൽ 9895111161 and 9072702082. Bag Bazaar, Balaji Tower opposite Grand Tejas, New Bus Stand, Payyanur.